ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ രണ്ടുമ്മമാരും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കുട്ടിക്കുറുമ്പി. ഓടി വന്ന് എൻ്റെ മേത്ത് കയറിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷ കയറിയപ്പോൾ മൂക്ക് കാറ്റടിക്കുക പറഞ്ഞിട്ട് ചെവി പൊത്തി പിടിച്ചിരിക്കുക കേട്ടോ അവൾ. ഓട്ടോറിക്ഷ കയറിയ പിന്നെ ആളിങ്ങനെയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി. അടിപൊളി ഒരു പള്ളിയാണ് കേട്ടോ. വന്ന് കാണാത്തവരൊന്ന് വന്ന് കാണേണ്ട ഒരു പള്ളിയാണ്. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു പള്ളിയാണ് കേട്ടോ ഈ പള്ളി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പള്ളിയാണ്. അതേപോലെ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്. സെൻറ്റ് ജോസഫ് സ്കൂളാണ്. സുൽത്താൻ ബത്തേരിയുള്ള സ്കൂളാണ്. ഒത്തിരി മെമ്മറീസ് ഉള്ള സ്കൂളാണ്. ഹാപ്പിനെസ് ഉള്ള ഒരു സ്കൂളാണ്. മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണിത്. ഞാൻ എൻ്റെ വീടിനെക്കാട്ടി കൂടുതലുള്ള സ്ഥലമാണ്. ഇതാട്ടോ എൻ്റെ കസിന് നിഹാല്. എൻ്റെ മോളെ തൂക്കി പിടിച്ചിട്ട് ഓടുക കേട്ടോ അവന് എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനാ. എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് അവളിരുന്നിട്ടോ. അവൾക്ക് അവളെ കാര്യം. അങ്ങനെ ആൻറ്റി ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് വീടിൻ്റെ താഴെ ഒരു റിസോർട്ടുണ്ട്. അവിടെ പോയിരിക്കട്ടോ ഞാനും എൻ്റെ കസിനും. കുറച്ച് പിക്ചറും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ വയനാട്ടിലൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു 5:30 ആയപ്പോൾ അവിടെ പോയി മോക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് പോയതാട്ടോ. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ. അപ്പം ഓടിക്കളിച്ചിരുന്ന മോള് ചിമ്പാൻസിനെ കണ്ടപ്പോൾ തന്നെ ഉമ്മാൻ്റെ മേത്ത് കയറി. അത് കണ്ടിട്ട് അവൾക്ക് പേടിയായിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ ഷോക്കിങ്ങായി. മമ്മ, ഇതെന്താ ഈ കുരങ്ങിൻ്റെ പല്ല് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതറിയില്ല മോളെ പറഞ്ഞു. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനാകെ കുടുങ്ങില്ലേ. അവിടെ ഫസ്റ്റ് ഉള്ളത് കുറേ ഫിഷാട്ടോ. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒത്തിരി വെറൈറ്റി ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൾക്ക് അതൊക്കെ കണ്ടിട്ട് എവിടെ അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്നറിയാത്തൊരു സംഭവമായിരുന്നു. എല്ലാം കൂടി പെട്ടെന്ന് കണ്ടപ്പോഴേ അവൾക്കാണെങ്കിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ ഫിഷ് ഉണ്ടെങ്കിലും അവൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും കാണാൻ വേണ്ടിയിട്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ഇവൻ്റെ ആനിമൽസൊക്കെ ഉള്ളൊരു പ്ലേസാണിത്. അതും കുട്ടികൾക്ക് ഒത്തിരി നല്ല കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുണ്ട്. മങ്കീനെ കണ്ടപ്പോഴാണ് അവൾക്ക് ഏറ്റവും സന്തോഷമായത്. അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തന്നെ മങ്കീനെ കണ്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മ ഇതാ മങ്കി, മമ്മ ഇതാ മങ്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വോയിസുകൾ വരുന്നുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ആംബിയൻസിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബേഡ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാട്ടോ. അതിൽ പീജിയൺ ഉണ്ട് പറഞ്ഞിട്ട് പീജിയണെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞു പീജിയനെ പിടിച്ചാൽ നീ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ ആ പീജിയനെ പിടിച്ചുകൊണ്ട് വരും അങ്ങോട്ട്. ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ്. കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളോ ഒക്കെയാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം അധികം ആയിട്ടില്ല. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിലെല്ലാം കാണാൻ ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെയാണ് പോയത്, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതാട്ടോ അവിടുത്തെ ഒരു കുട്ടി റോബോട്ട്. മോളസിന് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ തണുപ്പിച്ചിട്ടുണ്ട് അവളെ. ഞാനൊരു പൊട്ടറ്റോ ഫ്രൈ വാങ്ങി. കൊള്ളത്തില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല, വെറുതെ പൈസ പോയി. അങ്ങനെയാണ്. ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. യന്ത്രൂഞ്ഞാലായാലും തോണിയുണ്ട്, മരണക്കിണറുണ്ട്. കുട്ടിയൊക്കെയാണ് കൂടുതലും അവിടെ ഉള്ളത് ആക്ടിവിറ്റീസ്. മോളൂസിന് പേടിയായിരുന്നു, ഒന്നിലും കയറിയില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി എന്തിലെങ്കിലും ഒന്ന് കയറടാ പറഞ്ഞു. എവിടെ, ആൾക്ക് ഭയങ്കര പേടി, അതുകൊണ്ടൊന്നും കയറിയില്ല. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട്